അപ്പോൾ നമ്മളുടെ ആദ്യത്തെ വീഡിയോയിൽ നമ്മൾ ഫുള്ള് വൻറായ് വില്ലേജ് റിസോർട്ടാണ് കാണിച്ചത്. ഇപ്പം ഡേ 2 നമ്മൾ ശനി ശിഗ്നാപൂരിൻ്റെ ഒരു ടെമ്പിളിലാണ് ഇപ്പം പോകുന്നത്. അവിടെ ഒരു സ്പെഷ്യാലിറ്റി ഉണ്ട് എന്ന് വെച്ചാൽ ഇങ്ങനെ വാതിലും വീട്ടിൻ്റെ വാതിലും കടേൻ്റെ വാതിലും അതൊന്നും അങ്ങനെ വാതിലില്ല, വാതിൽ വെക്കാറില്ല. കാരണം എന്ന് വെച്ചാൽ അവിടെ കള്ളന്മാരെ വരില്ല. എന്താണ് കാരണം? ഇപ്പോൾ ശനിദേവനില്ലേ, അവിടെ ശനിദേവൻ ഭയങ്കര ഫേമസ് ആണ്. അതുകൊണ്ട് ഏതെങ്കിലും ഒരു കള്ളൻ മോഷ്ടിച്ചാലുണ്ടല്ലോ ആ ശനിദേവൻ അവനെ ശിക്ഷിക്കുന്നു പറഞ്ഞുകൊണ്ടാണ് കള്ളന്മാർ വരാതേയില്ല. അതുകൊണ്ട് ഇപ്പം നമ്മൾ ശനി ശിഗ്നാപൂരിൻ്റെ ഒരു ടെമ്പിളിലാണ് പോകുന്നത്. അപ്പം നമ്മൾ ശിഗ്നാപൂരിൽ പോകുന്ന വഴിയിൽ ഇവിടെ നിന്ന് നിർത്തി. അത് കോട്ടൻ്റെ ചെടി കാണാൻ നോക്കിയാട്ടെ. ഞാൻ ആദ്യമാണ് ഇങ്ങനെ കാണുന്നത്. ചെയ്യാനും മനസ്സില്ല. ഞാനൊന്ന് തൊട്ടൊക്കെ ഇട്ട് എന്തായാലും തൊടുമ്പോ എന്തോ പോലെ. ഇതാണ് അമ്പലം. ഇനി നമുക്ക് അങ്ങോട്ടേക്ക് പോകണം. ഇനി അമ്പലത്തിൽ കയറണ്ടേ? വാ. അതാണ് അമ്പലത്തിലേക്ക് പോകേണ്ട വഴി. നമുക്ക് ഈ സാധനങ്ങളെല്ലാം എടുത്തിട്ടാണ് പോകണ്ടേ. ഇതെന്നാ? അതാണ് ശനി ശിഗ്നത്തിൻ്റെ വിഗ്രഹം. അതെ, ശനിയാഴ്ച നല്ലതായിരിക്കും ഉണ്ടാവാന്ന് മറ്റേ ആൾ പറഞ്ഞത്. അപ്പോൾ നമുക്ക് അങ്ങോട്ട് ഭക്ഷണം എന്ന് വെച്ചാൽ പ്രസാദമായിട്ട് നമ്മൾ ശനിദേവൻ്റെ നല്ല ചൂടുണ്ട്. അതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. ഇവിടെ 9 ഗ്രഹങ്ങളുണ്ട്. ഇതാണ് മെയിന് ശനി, ഇത് കേതു, ഇത് ഗുരു, ഇത് ബുദ്ധ, ഇത് ശുക്രൻ, ഇത് ചന്ദ്രൻ, ഇത് മംഗൾ, രാഹു അതന്നെ. ദർശനം എടുത്ത് കഴിഞ്ഞിട്ടാകുമ്പം പിന്നെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ അവിടുത്തെ വിഗ്രഹം? വെറുതെ ഒരു കല്ലാണ്. നമ്മുടെ നാട്ടിലത്തെ അങ്ങനെ സ്റ്റൈലൊന്നുമല്ല. അത് വെള്ളിയാഴ്ച ആയതുകൊണ്ട് ഒരു ഭാഗ്യം തന്നെ. അത്രയ്ക്കും തിരക്കുണ്ടായിട്ടില്ല. ശനിയാഴ്ച വളരെ തിരക്കാണ്. പിന്നെ ശനി ശിഗ്നാപൂരിൽ ഷിർഡി 70 കിലോമീറ്റേഴ്സ് ഉണ്ട്. ഇനി നമ്മൾ ഷിർഡിയിലേക്കാണ് പോകുന്നത്. ഹായ്, നമ്മളൊന്ന് വെറുതെ നിർത്തിയതാണ്. ഒരു റെസ്റ്റിന്. നമ്മൾ വിചാരിച്ചൊന്ന് കരിമ്പ് ജ്യൂസ് കുടിച്ചിട്ട് വരാം അല്ലേ? കം ഓൺ, ലെറ്റ്സ് ഗോ. നമ്മളുടെ ഇവിടെ എല്ലാം മെഷീനൊക്കെ കൊണ്ടാണ് കരിമ്പ് ജ്യൂസ് ആക്കാറ്. ഇവിടെ എന്തോ കാളേനെ കൊണ്ടാണ് പ്രോസസ്. നാട്ടില് ഇത് ചെക്കിയാട്ട് എണ്ണുണ്ടാക്കാൻ വേണ്ടിയിട്ട് അത് ഈ പ്രോസസ്സിന് ചെക്കിയാട്ട് എന്നാ പറയാ. ഇത് അതിങ്ങനെ കറങ്ങുമ്പോ ഒന്നിങ്ങനെ കറങ്ങും. നേരം അത് മറ്റേനെയും കറങ്ങാൻ ഇങ്ങനെ ഹെൽപ്പ് ചെയ്യും. ഇങ്ങനെ കറങ്ങുമ്പോൾ അവരിങ്ങനെ കരിമ്പിങ്ങനെ അതിൻ്റെ നടുക്കിലേക്കാക്കിയിട്ട് പിന്നെ അതിൻ്റെ ജ്യൂസ് ഇങ്ങനെ വരും. അങ്ങനെയാണ് ഈ പ്രോസസ്സ്. നമ്മളുടെ ഇവിടെ ബോംബെയിലെല്ലാം എങ്ങനെയാണ് അതിൻ്റെ എല്ലാം മെഷീനാണ്. ഇതെല്ലാം നല്ല നാച്ചുറൽ ആണ്. അത് റഫറിൻ്റെ കുപ്പായം തന്നെ, ഒരു കളീൻ്റെ റഫറി.
ചന്തിക്കൊന്നും എടുത്താൽ നമുക്ക് തിരിച്ചിട്ടൂലേ? നമ്മുടെ മാളൂനെ പോലെ ഇല്ലേ നാട്ടിലെ? ആ പ്രഷർ ഇങ്ങനെ അതിനിങ്ങനെ പറ്റുന്നില്ലായിരിക്കും അല്ലേ? പ്രഷർ ഇങ്ങനെ വരുമ്പോൾ കഴുത്തിൻ്റെ അടുക്കത്തന്നെ. ആ പുല്ലിൻ്റെ അടുക്ക് എത്തുമ്പോൾ കുറച്ച് മെല്ലനെ പോകല്ലേ? എങ്ങനെയാണ് ഇനി ഈടുന്ന് സ്റ്റോപ്പായി, ഈടുന്ന് മെല്ലനെ സ്റ്റോപ്പായി. പോ, നമ്മൾ നോക്കല്ല, പോ. അങ്ങോട്ട് എത്താൻ നോക്കുന്നുണ്ട് അത്. ഇനി നോക്കാല ഇവരിങ്ങനെ ആക്കുന്നത്. അല്ല നല്ല വൃത്തിക്ക് ഇങ്ങനെ. ഇപ്പൊ നമ്മൾ ഷിർഡിയിലാണ് എത്തിയിട്ടുള്ളത്, സായിബാബ മന്ദിറില്. നമ്മൾ എൻട്രീന് വേണ്ടിയിട്ട് പോകലാണ് ഇപ്പൊ ഉള്ളിലേക്ക്. പോകാം. അമ്പലത്തിൽ ഫോണൊന്നും അലൗഡ് അല്ലേനോ, അതുകൊണ്ട് നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല ദർശനത്തിന്റെ. പിന്നെ ദർശനം നല്ല നമ്മൾ സുഖത്തെടുത്തു എന്ന് വെച്ചാൽ അത്രക്ക് തിരക്കൊന്നും ഉണ്ടായിട്ടില്ല, ദീപാവലിന്റെ സമയമായതുകൊണ്ട്. പിന്നെ സായിബാബനെ അടക്കം ചെയ്ത ഖബറിലാണ് നമ്മൾ തൊഴുതി പ്രാർത്ഥിക്കുന്നത്. അമ്പലത്തിൽ നിന്ന് പുറത്തേക്ക് കഴിഞ്ഞിട്ടാകുമ്പം നമ്മൾ ഭക്ഷണം കഴിച്ച് എന്നിട്ട് ജുന്നാറിന് പറഞ്ഞൊരു സ്ഥലത്തേക്കാണ് യാത്ര ചെയ്യുന്നത്. ഇനി അതിൻ്റെ വിശേഷം അടുത്ത വീഡിയോയിൽ കാണാം.